അമ്മച്ചി ആരും ഇല്ലേ അമ്മച്ചി? പഴയ പാത്രം ഉണ്ടോ അമ്മച്ചി? പഴയ പാത്രം, ബുക്ക് പേപ്പറും എല്ലാം ഉണ്ടോ? കഥകൊക്കെ തുറന്ന് കിടക്കുന്നല്ലോ ഈ അമ്മച്ചി ആരും ഇല്ലേ? സാധാരണ വീട് ആളുള്ള വീടാണല്ലോ അമ്മച്ചി. പത്രമൊക്കെ ഉണ്ടോ? പത്രമൊക്കെ നിറച്ച് കിടക്കുന്നല്ലോ. പഴയ പാത്രം, പ്ലാസ്റ്റിക്, ബുക്ക് പേപ്പർ വിൽക്കാനുണ്ടോ? അതിലേ പോവാം. എവിടെയെങ്കിലും നിൽപ്പുണ്ട് അമ്മച്ചി. അമ്മച്ചി ആരും ഇല്ലേ അമ്മച്ചി? പ്ലാസ്റ്റിക് ഉണ്ടോ? പഴയ പാത്രങ്ങളുണ്ടോ? ഇതൊക്കെ കളയാനുള്ളതല്ലേ അമ്മച്ചി? ആളുണ്ടോ? പ്ലാസ്റ്റിക് ഉണ്ടോ? ബുക്ക് പേപ്പറൊക്കെ ഉണ്ടോ അമ്മച്ചി? അമ്മച്ചി ആരും ഇല്ലേ ഇവിടെ? ആരും ഇല്ലേ? പ്ലാസ്റ്റിക്, പഴയ പാത്രങ്ങൾ വിൽക്കാനുണ്ടോ? പ്ലാസ്റ്റിക്, അലുമിനിയം പാത്രങ്ങളൊക്കെ വിൽക്കാനുണ്ടോ? കഥകളൊക്കെ തുറന്നു കിടക്കുന്നല്ലോ. ഇവരൊക്കെ എവിടെ പോയി? ആരും ഇല്ലേ അമ്മച്ചി? അമ്മച്ചി ആരും ഇല്ലേ ഇവിടെ? അമ്മച്ചി പഴയ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് വല്ലതും വിൽക്കാനുണ്ടോ അമ്മച്ചി? അവിടെ പ്ലാസ്റ്റിക് ഒക്കെ അവിടെ ഉണ്ട്. നുള്ളി പറക്കാനൊന്നും എനിക്ക് വയ്യ. അതൊക്കെ സാരമില്ല, ഞാൻ പറക്കിക്കോളാം. നുള്ളി പറക്കി ബുക്ക്, പേപ്പർ, പത്രം ഒക്കെ ഉണ്ടോ? എല്ലാം എടുക്കും അമ്മച്ചി. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോച്ചത്തിനിടയിലേ രാത്രി വാങ്ങിക്കണതാ അമ്മച്ചി. എവിടെ വരണേ? ഞാനങ്ങ് നെടുമങ്ങാടാ. ഇതൊക്കെ ഓരോ ദിവസം ഓരോ വീടുകളിൽ പോയി എടുക്കുമ്പോഴേ എനിക്ക് 10 പൈസ വെള്ളം കുടിക്കാൻ കിട്ടും. പിന്നെ എത്ര രണ്ട് ഞങ്ങള്? ഞാനും എന്റെ ഒരു അനിയത്തി ഉണ്ട് അമ്മച്ചി. അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ പറക്കി വിറ്റിട്ട് വേണം. ഇല്ല അമ്മച്ചി, അനിയത്തിയെ പഠിപ്പിക്കണം. അവള് +2 പഠിക്കുക. അപ്പൊ ഫീസൊക്കെ അടയ്ക്കാനുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴേ ഇത് കൊണ്ടുപോയി നമ്മള് വലിയ കടയിൽ വിൽക്കുമ്പോ ഒരു 10 രൂപ കിട്ടും. കൂടുതലൊന്നും കിട്ടില്ല അമ്മച്ചി. പിന്നെ കിട്ടുന്നതാകട്ടെ എന്ന് വിചാരിച്ചു എന്നും ഇറങ്ങും അമ്മച്ചി. എന്നും ഓരോ റൂട്ടിൽ ഒരു 10-25 വീട്ടിലൊക്കെ പോകും. അപ്പൊ കുറെ സാധനങ്ങൾ കിട്ടും. 2 ചാക്കൊക്കെ ചില ദിവസം കിട്ടും. കുറച്ചൊരു എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ അമ്മച്ചി? ഇവിടെ ആരൊക്കെ ഉണ്ട്? നമ്മളവിടെ ഒരു വയസ്സായ ആളും ഞാനും രണ്ടുപേരേ ഉള്ളു. അവിടെയൊക്കെ ഉണ്ട്. ആക്കിയിട്ടുള്ള പൈസ ഞാൻ പറക്കി എടുത്തിട്ട് അമ്മച്ചിക്ക് പൈസ ഒക്കെ തരാം. അമ്മച്ചി എനിക്ക് കുറച്ച് വെള്ളം തരുമോ? ഇവിടെ ഇരുന്നോട്ടെ. വയ്യല്ലേ അമ്മച്ചി? കാലൊക്കെ വയ്യ. നല്ല സ്നേഹമുള്ള അമ്മച്ചിയാണല്ലോ. നല്ല സ്നേഹമുള്ള അമ്മച്ചിയാണല്ലോ. നമുക്ക് കഷ്ടപ്പാടാ അമ്മച്ചി. പഞ്ചായത്തിൽ നിന്നൊരു വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ടേ ഇതുവരെ വീടൊന്നും വെച്ച് തന്നില്ല. ഒരു കൊച്ചി ഈ തുണിയിലൊന്നും കാര്യമില്ല അമ്മച്ചി. വൃത്തിയായിട്ട് നടക്കുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഒക്കെ വീടുകളിൽ പോകുമ്പോ തരുന്ന ഡ്രസ്സൊക്കെയാ. വീടൊക്കെ ഒരു കുഞ്ഞു കുടില്ല അമ്മച്ചി. ഞാനും അനിയത്തി അമ്മയുമായിട്ട്. അമ്മയ്ക്ക് സുഖമില്ല, ഒരിടം പോവാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഈ ഒരു ജോലി, ഞാൻ എല്ലാ ജോലിക്കും പോകും. പിന്നെ നമ്മുടെ തൊഴിലുറപ്പിന്റെ പണിയുള്ളപ്പോ അതിനൊക്കെ പോകും. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ, എല്ലാം ചെയ്തൊക്കെ തന്നെ കഴിഞ്ഞു പോണേ. അവര് പഞ്ചായത്തിൽ നിന്നൊക്കെ വീട്ടിന് തരും, വീട് വെച്ച് തരുമെന്നൊക്കെ പറയണ വെറുതെ. വീടൊന്നും ഞങ്ങള് 2 പെൺകുട്ടികളായിട്ട് നമുക്ക് ഇതുവരെ ഒന്നും വെച്ചു തന്നില്ല അമ്മച്ചി. അമ്മച്ചിക്ക് വയ്യാത്തതല്ലേ? അമ്മച്ചിയെ കണ്ടപ്പോഴേ അറിയാം. അമ്മച്ചി ഒരു കാര്യം ചെയ്യൂ, അമ്മച്ചി അങ്ങ് പോയിരുന്നോ? ഞാൻ പറക്കിയിട്ട് അമ്മച്ചിക്ക് കൊണ്ട് പൈസ തരാം കേട്ടോ. പറക്കട്ടെ അമ്മച്ചി?
ആ അമ്മച്ചി ഞാൻ പോയി പറക്കട്ടെ. ഓ ഇതാ അവിടെ അങ്ങോട്ട് അവിടെയുണ്ട്. എവിടെ കിടക്കണേ? എനിക്ക് ഇരിക്കാൻ വയ്യ. വേണ്ട അമ്മച്ചി, ഞാൻ പറക്കിക്കോളാം. കിടക്കാം. നീ നുള്ളി പറക്കിയിട്ട് ഉള്ള പൈസ തരണം. കുറയ്ക്കരുത് പൈസ. ഇല്ല ഒട്ടും കുറയ്ക്കില്ല അമ്മച്ചി. അമ്മച്ചി പോയി കിടന്നോളാം, ഞാൻ പറക്കിക്കോളാമേ. പറക്കിയിട്ട് വിളിക്കാം കേട്ടോ. വളരെ ഉപകാരം അമ്മച്ചി. എല്ലാം പറക്കി കണക്കാക്കി അതിന്റെ പൈസ വിളിച്ചാ മതി. ഞാൻ അഴിച്ചു തരാം. ശരി ശരി. അമ്മച്ചി പോയി കിടന്നോ, അമ്മച്ചി പോയി കിടന്നോ. ധൈര്യമായിട്ട് കിടന്നു. ഞാൻ എല്ലാം പറക്കി ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടേ പോണം. അയ്യോ ഇത് നല്ല കനമുണ്ടല്ലോ. വേണോ അപ്പൊ ശരിക്ക് കിടക്കില്ല. ഹലോ, ആ മോളെ, ഞാനിവിടെ ഒരു വീട്ടിലാണ്. ഇവിടെ എനിക്ക് കുറേ കിട്ടിയായിരുന്നു സാധനങ്ങളെ. ഇപ്പോൾ ഇവിടെ ഒരിടത്തുനിന്ന് പറക്കിക്കൊണ്ട് നിൽക്കുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പറക്കട്ടെ. പറക്കിയിട്ട് ആ കടയിൽ കൊണ്ട് കൊടുത്തിട്ടേ വരത്തുള്ളൂ. ശരി ശരി. ഇവിടെ ഇഷ്ടം ഇന്ന് ഒത്തിരി സാധനങ്ങൾ കിട്ടി. ഇന്ന് നല്ല ശരി ശരി. മോളിരുന്ന് പഠിച്ചോ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കണേ. ശരി ശരി. ഞാൻ ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ടേ വരുള്ളൂ. ലേറ്റ് ആവും കേട്ടോ. ശരി. എന്നെ ചോറിനെ വെയിറ്റ് ചെയ്യണ്ട. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു പോകുന്നത്. ശരി ശരി. ശരി ഓക്കെ. വെക്ക് ഏതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. ഓക്കെ ശരി. ഇനി വിളിക്കാൻ കണ്ടൊരു സമയം. പൈസക്കായില്ല.
അതിലും കൂടുതലൊന്നും കിട്ടി. ആ ഇല്ല ഇല്ല, ഞാൻ സ്ഥലത്തില്ല. മോളും അമ്മയാണ് കേട്ടോ, അനിയത്തി. അവൾ വിളിച്ചിരുന്നു. ശരി ശരി, ഞാൻ തിരക്കില്ല. വയ്ക്കുന്നു എനിക്കിനി 2 സ്ഥലങ്ങളിൽ കൂടെ പോകാറുണ്ട്. വയ്ക്കും. എവിടെ വയ്യ, ഇരിക്കാനും വയ്യ. പറക്കില്ല എന്തായാലും ഇതുവരെ കണ്ടുമില്ല. പറക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞ് ഇവിടെ കിടക്കെ ചെയ്യാം. അമ്മച്ചി എവിടെ പോയി? അമ്മച്ചി പോണതന്നൊക്കെ താക്കറി പറക്കാരെന്ന് പറഞ്ഞ് വന്നിട്ട് അകത്തുകാരൻ പോണം. അകത്തൊരു നെല്ലുണ്ടല്ലോ അന്നിതാക്കുന്നത്. ആരുടെ ഇവിടെ തിരിഞ്ഞു കയറിയത് അവള് പോലീസിനെ വിളിക്കിട്ട് പോലീസിനെ പോലീസിനെ വിളിക്കണം. വെറുതെ നീ ആക്രി വാക്കാൻ വന്നാ നീ ഇങ്ങനത്തെ അറിയത് താക്കോലിട്ട് കഥ കൂട്ടിയിട്ടിട്ട് പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കാൻ ആക്രിക്കാരിയെ ഇതൊരു വേല നീ ആക്രി പറഞ്ഞിട്ടോ കണ്ട് പാവോ മുന്നിയോ കണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും കെട്ടി കൂട്ടിയിട്ടിട്ട് പോലീസിനെ അയ്യോ പോലീസിനെ വിളിക്കല്ലേ, ഞാൻ എന്റെ നിവൃത്തിയോട് കൊണ്ടു. അയ്യോ അമ്മേ പൂട്ടരുതേ, കഥവ് പൂട്ടരുതേ, പൂട്ടരുതേ. അയ്യോ അമ്മേ, വെറുതെ ഞാൻ പറഞ്ഞതാ, വെറുതെ കയറിയതാ. അമ്മ നോക്കാൻ വേണ്ടി. പോലീസിനെ വിളിക്കല്ലേ. അയ്യോ ഞാൻ ഇനൊന്നും ചെയ്യില്ല, ഞാൻ വെറുതെ അമ്മയെ നോക്കാൻ വേണ്ടി കയറിയതാ. ഹലോ, അയ്യോ എന്നെ പോലീസ് സ്റ്റേഷനല്ലേ ഇത്? ഇവിടെ ആക്രി വറക്കാനെന്ന് ഒരു കയറി വന്ന് ആക്രി വറക്കാനെന്ന് വന്നിട്ട് ഞാൻ ഇത്തിരി പറക്കെന്ന് പറഞ്ഞു. പാവോ മുന്നിയോ പറഞ്ഞും കരഞ്ഞു വരുന്നു. ഞാൻ പറക്ക് ഒരിടത്ത് ഇട്ടിട്ടുള്ള പൈസ താന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നുള്ളോളം കിടക്കാൻ വയ്യതും. പിന്നെ കഥവിലെ അകത്ത് കയറി മോഷണം. ബന്ധോസിനകത്ത് നിൽക്കണ്. നോക്കിയപ്പോൾ കഥവിൻ്റെ പുറകെ ഒളിച്ച്. അതുകൊണ്ട് ആരെങ്കിലും അവിടെ നിന്ന് സാർ വരണേ, ഇവിടെ ജയിലിൽ കൊണ്ടിടണം സാറ്. വനിതാ പോലീസിനെ കൂടെ കൊണ്ടുവരണം. പൂട്ടിയിട്ടാക്കണം. ഞാൻ പൂട്ടിയിട്ടാക്കണം. മുറിക്കാത്തോണ്ട് വിടില്ല. ഇല്ല പൂട്ടി. അതുകൊണ്ട് ഇത് എവളുകളെ സ്ഥിരമാണ്. എന്തെല്ലാം സങ്കടങ്ങളും പാവവും പറഞ്ഞോ. ഞാൻ അതുകൊണ്ട് ഉറങ്ങി കിടക്കണേനെ നുള്ളി പറക്കിയിട്ട് ഉള്ള പൈസ താന്ന് പറക്കിയിട്ടിട്ട് ഞാൻ നോക്കിയപ്പം മുറിക്കകത്തൊരു നെഴുതി കേട്ടു. ഓടി വന്നപ്പോൾ കഥവിൻ്റെ പുറകെ ഒളിച്ചിരിക്കണം മോഷണത്തിന്. പൂട്ടിയിട്ടേക്കാ തന്നെ സാർ വന്നാൽ മതി. ഓക്കെ സാർ. വിടൂല്ല. ഞാൻ താക്കോലിട്ട് പൂട്ടിയേക്കാം. ശരി. സാർ. വിടൂല്ല സാർ, പേടിക്കണ്ട. എന്നെ ഇവിടെ ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ അകത്ത് കയറി എന്നെ പൂട്ടിയിട്ട്. ഇല്ല, ഞാൻ മോട്ടിച്ചൊന്നുമില്ല. അയ്യോ പോലീസിനെ ആരെങ്കിലും വിളിച്ച് പറയുമല്ല. ഇവര് പോലീസിനെയൊക്കെ വിളിച്ച് ഏതെങ്കിലും പാർട്ടിക്കാരോടൊക്കെ വിളിച്ച് പറയും. അതിന് എന്ത് ചെയ്യും? അമ്മ അറിയരുത്. അമ്മയ്ക്ക് അറ്റാക്ക് വരും. എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക.
ഇന്നില്ല, ഞാൻ ഒന്നും ഓട്ടിച്ചില്ല. ഞാൻ വെറുതെ അകത്തോട്ട് കയറിയതാ. അവര് വന്നു എന്നെ കഥ കൂട്ടിയിട്ട് പോലീസിനെ നാട്ടുകാരെയൊക്കെ വിളിച്ചു. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? എന്നെ രക്ഷപ്പെടുത്തുക. അവരെ വിളിച്ചാ മതി, ആ പാർട്ടിയിലുള്ള ആളിനെ വിളിച്ചാ മതി. എന്നെ ഒന്ന് തുറന്നു വിടുന്നു. നാണുങ്ങളുണ്ടായിരുന്നെങ്കിൽ നീ കൊള്ളാമില്ല. എന്നെ ഒന്ന് വിട്. ഞാൻ ഒന്ന് മോട്ടിക്കാൻ കയറിയാ 6 മാസം ജയിലിൽ ഇട്ടിട്ട് പോലീസ്